ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഭാരിമാരെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. പ്രകാശ് ജാവദേക്കർ കേരള പ്രഭാരിയായി തുടരും. അരവിന്ദ് മേനോന് ലക്ഷദ്വീപിന്റെ ചുമതലയും തമിഴ്നാടിന്റെ ചുമതലയും നൽകി. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രഭാരിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ പ്രഭാരിയായി തുടരും. മറ്റ് തീരുമാനങ്ങൾ ഇത്തരത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ള ബി.ജെ.പി. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അധിക സംസ്ഥാനങ്ങളിലും നിലവിൽ സംഘടനാ ചുമതലയുള്ള പ്രഭാരിമാർക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയും മേൽനോട്ട ചുമതലയും നൽകിയിട്ടുള്ളത്. കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഭാരി എന്നിട്ടുള്ള ചുമതലയും നൽകിയിട്ടുള്ളത്. ഒപ്പം മലയാളിയും ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള അരവിന്ദ് മേനോന് തമിഴ്നാടിന്റെയും ഒപ്പം ലക്ഷദ്വീപിന്റെയും ചുമതല നൽകിയിട്ടുണ്ട്. ചൂടേറിയ രാഷ്ട്രീയ നീക്കങ്ങൾ നിലവിൽ നടക്കുന്ന ബീഹാറിൽ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെക്ക് തന്നെയാണ് പാർട്ടി ചുമതല നൽകിയിട്ടുള്ളത്. ഒപ്പം ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേബിന് ഹരിയാനയുടെ ചുമതല നൽകിയിട്ടുണ്ട്. നിലവിലെ ജമ്മു കാശ്മീർ പ്രഭാരിയും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ തരുൺ ചുക്കിന് തന്നെയാണ് ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അധിക സംസ്ഥാനങ്ങൾ പരിശോധിക്കുന്നത് നിലവിൽ സംഘടനാപരമായി സംഘടനാപരമായി പ്രഭാരി എന്ന ചുമതല വഹിക്കുന്നവർക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയും ബി.ജെ.പി. നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ബി.ജെ.പി. ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയുടെ സംസ്ഥാന സർക്കാരുകളുടെയും പ്രവർത്തനങ്ങൾ, ബി.ജെ.പിയുടെ ദേശീയ നിലപാടുകൾ, ദേശീയ കാഴ്ചപ്പാടുകളൊപ്പം കഴിഞ്ഞ പ്രകടന പത്രികയിൽ പുറത്തിറക്കിയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രധാന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇത്തവണ 400+ സീറ്റുകൾ നേടി കേന്ദ്രത്തിൽ വീണ്ടും അധികാര തുടർച്ച നേടുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ബി.ജെ.പി. കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഭാരിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി.ജെ.പി. പ്രകാശ് ജാവദേക്കർ കേരള പ്രഭാരിയായി തുടരും. അരവിന്ദ് മേനോന് ലക്ഷദ്വീപിന്റെ ചുമതലയും തമിഴ്നാടിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. ഇവരുകളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.